കോലിക്കട്ട കിട്ടിയിട്ടുണ്ട്. ഈ മീനിൻ്റെ പേരറിയില്ല. ഞാൻ അമ്മനോട് ചോദിച്ചിട്ട് വന്നത് മീനിൻ്റെ പേരൊന്നും. അപ്പോൾ കട്ട്ല, കോലിക്കട്ട്ല എന്നല്ല പറയും. നമുക്കിത് ഫസ്റ്റ് ഫ്രൈ ആക്കണം. അപ്പം അതിനുള്ള പൊടി എന്ന് നോക്കാം. ഓക്കെ, വലിയ ഐറ്റംസ് ഒന്നുമല്ല, ഞങ്ങളെ വീട്ടിലുള്ള സാധാരണ ഐറ്റംസ് തന്നെ. ഞാനിടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. മീനിന് എത്ര വേണ്ടത് അത്ര. മീൻ വൃത്തിയാക്കി കഴുകിയിട്ട് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതിനുള്ളിലേക്കെല്ലാം മസാല പിടിക്കും. ഇത് നമുക്ക് പരക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനില്ലേ പരക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ആക്കണം. ഫ്രൈ ആക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല ആക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി, പിന്നെ മല്ലി, പിന്നെ മുളക്, നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ മീൻ എത്ര ഉണ്ട് അതേപോലെ ക്വാണ്ടിറ്റിയും, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് കുറച്ച് ഐറ്റംസ് ഗ്രേവി പോലെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക്, കൊച്ചുള്ളി, പിന്നെ കുറച്ച് മല്ലി, ഇത് മൂന്നും നമുക്ക് ഫ്രൈ ആക്കണം. അതുമല്ല, അതിലേക്ക് നമുക്ക് പെരിഞ്ജീരകമെല്ലാം ആഡ് ആക്കാനുണ്ട്. അത് ആഡ് ആക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മീൻ എന്താക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ. ഇതില്ലേ മീനിനകത്താവാ ഫ്രൈ ആക്കുന്നതാവാ, ഇങ്ങനെ ആക്കുന്നതാന്ന് എനിക്കറിയാല. എൻ്റെതായൊരു രീതി കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ഒരു ദിവസം ഞാനിത് ഷിജിയേട്ടനാക്കി കൊടുത്തപ്പോൾ ഷിജിയേട്ടൻ പറഞ്ഞു നല്ല ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ പെരുംജീരകം കിട്ടിന്, ജസ്റ്റ് കരിയാൻ പാടില്ല, ജസ്റ്റ് മുളകെല്ലാം ഒരു മണം ഉണ്ടാകുന്നല്ലേ. കരിയാണ്ട് നോക്കണം കേട്ടോ. ഇത് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടാൽ നല്ല ഉണ്ടാവും കേട്ടോ. 2 തണ്ട് ഇട്ടാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ സൺഫ്ലവർ ഓയിലോ എനിക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആ മസാല ഇടാം കേട്ടോ. ഞാൻ അറിയാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ആരും വെള്ളം ഒഴിക്കരുത്. കുറച്ച് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിന്. മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പുളി വേണവർക്ക് പുളി ഇടാം, ഉപ്പ് വേണവർക്ക് ഉപ്പ് ഇടാം. അങ്ങനെയല്ല, ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളെ ഉപ്പും പുളീൻ്റെ നോക്കിയിട്ട് ഇടാം കേട്ടോ. ഞാൻ കുറച്ചിലൊക്കെ പുളി വെള്ളം ഒഴിച്ചിന്. നിങ്ങൾ ടേസ്റ്റ് നോക്കി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം.
നന്നായി മിക്സ് ആവട്ടെ. മല്ലിയില ഇട്ട് കൊടുക്കാം. അല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് വറ്റൽമുളക് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളക് എടുത്തിട്ട്, വറ്റൽമുളക് തന്നെ വേണമെന്നില്ല, മുളക് പൊടി ജസ്റ്റ് എണ്ണയിലിട്ട് ഇത് ചൂടാക്കിയാൽ മതി. അതും അരച്ചെടുത്താൽ മതി. ഉള്ളിലൊന്നിച്ച് ആഡാക്കിയിട്ട് അങ്ങനെയാണ് നല്ല ഉണ്ടാകുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് പറയണേ.